ഗൈസ് അപ്പൊ നമ്മള് മലയാറ്റൂര് പോണേണ്. ഫുള്ള് വെള്ളമടിയാ ഗൈസ്, വണ്ടിയിൽ വെള്ളമടിക്കും. നമ്മള് മലകയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോ എന്താ പറയണ, ഒന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് വന്നത്. അപ്പൊ നമ്മളിന്ന് മലയാറ്റൂര് പോണേണ്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. I woke up to a different sky. ഇന്ന് 2 തകർക്കണം 3 വണ്ടിക്കാണ് പോണത്. വർക്ക്ഷോപ്പ് വീട്ടിലുള്ള ഗേറ്റാണ്. ഹോട്ടലാണോ? അപ്പൊ നമ്മള് മലയാറ്റൂര് പോണേണ്. നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ 2, 3, 4 പേരുണ്ട്. എന്നെ 1-ാം തീയതി വിളിച്ചു. ഞാൻ 1-ാം തീയതിയാണെന്ന് ഓർത്തൊന്നുമില്ല. വിളിച്ചിട്ട് ഓർപ്പിച്ചിട്ടുള്ള ഡോണ് പറഞ്ഞാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോണ വഴി വെല്ലേച്ചിന്റെ അടുത്തൊക്കെ പറഞ്ഞു വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞത് ആരാണ്. ഞാൻ പോയി നോക്കിയിട്ട് ഞാൻ എത്തല്ല. ഞാനോട് കൊണ്ടൊരു പറ്റിച്ചില്ല. ഡോൺ എന്നെ പറ്റിച്ചാതിനൊക്കെ അടിച്ചു. പണ്ടൊക്കെ നാട്ടിൽ എല്ലായിടത്തും പറഞ്ഞു മാറ്റാക്കി. ചേർത്ത് കുളിച്ച് ഗൈസ്. ഞങ്ങൾ ഏതൊരു പള്ളിയുടെ ഫ്രണ്ട് ചെയ്യണം. ഭയങ്കര ബ്ലോക്ക്. Strangers smile as I walk by. Different stories in every അടിവാരത്തെത്തി. കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാം. ചേട്ടന്റെ ഫാനായിട്ടാ. ചേട്ടൻ ബോക്സിംഗ് ഒക്കെ ഉള്ളതല്ലേ? നമ്മള് മലകയറാൻ തുടങ്ങിയിട്ടുണ്ട്. at my own pace. Sun goes down, the sky turns gold. വലിയ കുരിശ്. Without a sound. ഒന്നാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോ എന്താ പറയണ, ഒന്നാമത്തെ കുറച്ചുകൂടെ ഉള്ളൂ. ഒന്ന് കഴിഞ്ഞുള്ളൂ. അഞ്ചെത്തിയപ്പോ ഞാനും എന്റെ ചന്തപ്പം മാത്രമേ ഉള്ളൂ. 10 എത്തിയപ്പോൾ നമ്മൾ പിന്നെയും 2 പേര്. നമ്മൾ ഇത്രയും പേരാണ് ഫസ്റ്റ് ഇവിടെ എത്തിയേക്കണത്. ബാക്കി എല്ലാരും കയറി വന്നേക്കണേ. എന്നാ നീ മാറിക്കണന്നപ്പ ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്നത് ദേശി ആരെഞ്ഞുള്ള. അപ്പൊ നമ്മള് ഇതിന്റെ പൊക്കത്തെത്തി. ഇതിന്റെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നേക്കണേണ്. 2 പേര് വരാനുണ്ട്. അപ്പൊ വിളിച്ചു പറയാൻ പോയേക്കണേണ്. എന്തായി പറയൂ. വിളിച്ചു പറയാൻ പോണ്ട്. ഇതിന്റെ പേര് ഇപ്പൊ ജയ്ഷി പോയിട്ടുണ്ട്. വന്നിട്ട് പകുതിക്ക് ഇറങ്ങിപ്പോയോളൂ. ഇതിലാണ് ചേട്ടൻ ഇടിച്ചിട്ടല്ലേ. ഈ പ്രാവശ്യം പൊക്കത്തെത്തി അല്ല പോലെ. Letting the day decide what I do. A little lost, but it feels alright. There's something calm in the unknown. എങ്ങനെയുണ്ടായി?
ബാക്കി വണ്ടിയുടെ അവിടെ എത്തുമ്പോ പറയാം. അപ്പൊ നമ്മള് അടിവാരത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് അപ്പൊ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. വ്ളോഗ് അല്ല, ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നായിരുന്നു. 1 ഇയർ ആകാൻ പോണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. കവന്മാരൊക്കെ എല്ലാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര വെയിലും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഞാൻ പോയപ്പോഴൊന്നും വീഡിയോ എടുക്കായിരുന്നു. കവന്മാര് നമുക്ക് എന്തോ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ പൊരി അങ്ങനെ ഒന്ന് പൊടി. അപ്പൊ എനിക്ക് പിന്നെ ഗൈസ് അപ്പൊ നമ്മള് മലയാറ്റൂർ പോയിട്ട് ഇറങ്ങി. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്നു വരും. പിന്നെ ലാസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കണോ ഗൈസ്. ഇത് നമ്മ വന്ന വണ്ടിയാണ്. പിന്നെ അതേ കിടക്കണത് ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കണത് നമ്മളെ വണ്ടിയാണ്. പിന്നെ വെള്ളക്കാരും നമ്മുടെ വണ്ടി. 3 കാരണം വന്നത്. എന്താണ് പറയാനുള്ള പറഞ്ഞു? കൊള്ളാം, നല്ലതാ. ഗൈസ് അപ്പൊ നമ്മള് ഇറങ്ങി. പിന്നെ ഈ വണ്ടിയിലെ ഡ്രൈവർ സൈഡിലാണ്. അപ്പൊ ഈ വഴിയോരങ്ങളിൽ ഇതിങ്ങനെ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. കുറെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതായിരുന്നു. ഫ്രീ ആണത്. കുപ്പൻ്റെ പോയി നിറച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ടായി മലയാറ്റൂർ ടൂർ? ഇതിന്റെ കാര്യം വെച്ചാൽ ബാക്കിയെല്ലാം വ്ളോഗിൽ എന്താ പറയാനുള്ളത്? താറ്റതാ എന്റെ വ്ളോഗിൽ എന്താ പറയാനുള്ളത്? നിനക്കൊന്നും പറയാനല്ലേ? അപ്പൊ നമ്മള് വണ്ടിയിലായിട്ട് പുതിയ നമ്മുടെ വണ്ടി കയറില്ല ഗൈസ്. ചേട്ടൻ കാണാൻ വേണ്ടി പറയുന്നതാണ്. പമ്പി കയറില്ല. എന്ത് ചെയ്യാൻ? ഇനി വല്ല കടകളിൽ നോക്കാം. ഇതില് നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടി, ഇത് നമ്മുടെ വണ്ടി, ഒരു റെഡ് കാർഡ്, അതും നമ്മുടെ വണ്ടി. ഇപ്പം ഫുള്ള് വെള്ളമടിക്കാ ഗൈസ്. വണ്ടിയിൽ നിന്ന് വെള്ളമടിക്കും. ഗൈസ് അപ്പൊ നമ്മള് ചോറ് കഴിക്കാൻ വേണ്ടി കയറിയേക്കണേന് ഏതോ ഒരു സ്ഥലത്ത് ജനസ്ഥലം ക്യൂ നിക്കണേണ്. അപ്പൊ കഞ്ഞാണ് ഗൈസ്. കഞ്ഞി കഴിക്കണോ നോക്കിയ എങ്ങനെയുണ്ട് ചേച്ചി? കഞ്ഞി എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു.